നമ്മുടെ നിത്യജീവിതത്തിൽ പല അസുഖങ്ങൾ കാരണം മരുന്നുകൾ കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. എന്നാൽ പലർക്കും ഈ മരുന്നുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ല. മരുന്നുകൾ സുരക്ഷിതമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ പ്രൊഫസറായ മഞ്ജു CS മാഡമാണ്. നമസ്കാരം മാഡം. നമസ്കാരം. നമ്മൾ അസുഖം വന്ന് ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ നമുക്ക് മരുന്നുകളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രിസ്ക്രിപ്ഷൻ തരും. ഈ പ്രിസ്ക്രിപ്ഷനുമായി നമ്മൾ നേരെ ഫാർമസിയിൽ ചെന്ന് മരുന്നുകൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ മരുന്നുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരുന്നുകൾ വാങ്ങുമ്പോൾ ഏറ്റവും പ്രധാനം ഒരിക്കലും ധൃതി പിടിച്ച് തിരക്ക് കൂട്ടി മരുന്നുകൾ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അയാളുടെ ചികിത്സയിൽ ഒരു 50% കാര്യങ്ങളെ ആയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് ആ രോഗിയുടെ, അത് മരുന്ന് കഴിക്കുന്ന ആളുടെ കയ്യിലും അതുപോലെ ആ മരുന്നിലും അതുപോലെ അത് തരുന്ന ഫാർമസിസ്റ്റിൻ്റെ കയ്യിലുമാണ്. ഒരാൾക്ക് അയാൾ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അതായത് ഇൻഫോംഡ് മെഡിക്കേഷൻ കൺസ്യൂമർ, അതായത് മരുന്നിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ് അത് ഉപയോഗിക്കുന്ന ഒരാളാവുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അതുപോലെ തന്നെ ഈ മരുന്ന് തരുന്ന ഫാർമസിസ്റ്റിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് മരുന്നിനെക്കുറിച്ച് കൃത്യമായും വ്യക്തമായുമുള്ള വിവരങ്ങൾ അയാൾക്ക് നൽകുക എന്നത്. ഇത് രണ്ടും ഒത്തുചേർന്ന് വരണമെങ്കിൽ രണ്ടുപേർക്കും ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ചിലവഴിക്കാൻ ഉണ്ടാകണം. മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ആ മരുന്ന് പല സംശയങ്ങളും അയാളുടെ മനസ്സിലുണ്ടാകും. ആ മരുന്ന് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡോസ് എന്താണ്, അത് ഒരു ദിവസം എങ്ങനെ, എത്ര പ്രാവശ്യം എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര നാളേക്ക് ഇത് ഉപയോഗിക്കണം, ഇനി ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ വീട്ടിൽ ഇത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്, നാം കഴിക്കുന്ന മറ്റു മരുന്നുകളുമായോ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളുമായോ ഇത് പ്രതിപ്രവർത്തിക്കുമോ, ഇനി അഥവാ മരുന്നിൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഒരു ഡിവൈസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത്, ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ ഒരാളുടെ മനസ്സിലുണ്ടാകും. ഇതെല്ലാം വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി വേണം മരുന്ന് വാങ്ങുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം ചിലപ്പോഴെങ്കിലും മരുന്ന് വാങ്ങുന്ന സമയത്ത് ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത്തരം തെറ്റുകൾ എല്ലാം ഒഴിവാകുന്നതാണ്. നമ്മൾ ഈ മരുന്നുകൾ വാങ്ങി വീട്ടിൽ മരുന്ന് സൂക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വീടുകളിൽ നാം കഴിക്കുന്ന മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അത് കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ മരുന്നുകൾ ചൈൽഡ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നറുകളിലാണ് ലഭ്യമാകുന്നത്. അതായത് അത് കുട്ടികൾക്ക് പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല, അഥവാ അവരെടുത്താൽ തന്നെ അവർക്കത് പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ബോട്ടിലുകളും സ്ട്രിപ്പ് പാക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾ എടുക്കാത്ത സ്ഥലത്ത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ സ്ഥിരതയെ, അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് ചൂട്, ടെമ്പറേച്ചർ, മറ്റൊന്ന് ഈർപ്പം, മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, വെള്ളത്തിൻ്റെ പ്രസൻസ്, അതുപോലെ തന്നെ അതിൽ പ്രകാശം തട്ടുന്നത് ഒക്കെ മരുന്നിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ചില ആളുകൾ നമുക്കറിയാം പെട്ടെന്ന് ഓർക്കുന്നതിനും എടുക്കാൻ ഓർക്കുന്നതിനും മറന്നു പോകാതിരിക്കുന്നതിനൊക്കെ ആയിട്ട് അടുക്കളയിലാണ് മരുന്നുകൾ സൂക്ഷിക്കാറ്. അടുക്കള, കിച്ചൺ നമുക്കറിയാം ഈർപ്പവും ചൂടും എപ്പോഴുമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കിച്ചൺ ഷെൽഫുകളിൽ മരുന്നുകൾ സൂക്ഷിക്കാത്തതാണ് നല്ലത്. മറ്റു ചിലർ ചിലപ്പോഴൊക്കെ ഈ രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാകും. ഫുഡിന് മുമ്പ് കഴിക്കേണ്ട മരുന്നുകളൊക്കെ ആണെങ്കിൽ വാഷ് ബേസിന് മുകളിലുള്ള ഷെൽഫുകളിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ ബാത്റൂം ഷെൽഫുകളിലും ബാത്റൂമിനടുത്തുള്ള ഷെൽഫുകളിലുമൊക്കെ മരുന്നുകൾ സൂക്ഷിക്കാറുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈർപ്പം കൂടുതലാകയാൽ അവിടെയൊന്നും മരുന്നുകൾ സൂക്ഷിക്കാൻ പാടില്ല. ചില മരുന്നുകളൊക്കെ പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കുകയും അത് പൊട്ടിപ്പോവുകയും അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോവുകയും പിന്നീട് അതിൽ ഫംഗസ്, പൂപ്പൽ ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മരുന്നുകൾ എപ്പോഴും അവയുടെ ഒറിജിനൽ കണ്ടെയ്നറുകളിൽ അതിൻ്റെ ലേബൽ നഷ്ടമാകാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ പാക്കിങ്ങിൽ തന്നെ ബോക്സുകളിൽ അടച്ച് ചൂടും ഈർപ്പവും പ്രകാശവും തട്ടാത്ത സ്ഥലങ്ങളിൽ ഉള്ള ഷെൽഫുകളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്ന മരുന്നുകൾ മാത്രം അവിടെ സൂക്ഷിച്ചാൽ മതിയാകും. മാം, ഇപ്പോൾ ഈ ഒറിജിനൽ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു. ഈ ഒറിജിനൽ കണ്ടെയ്നേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒറിജിനൽ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ആ മരുന്ന് ഉണ്ടാക്കുമ്പോൾ, ഓരോ മരുന്ന് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ചില ഗുണഗണങ്ങൾ, അതുപോലെ ആ മരുന്നിൻ്റെ പൊട്ടൻസി, അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത്. നമ്മൾ പലതരം കണ്ടെയ്നറുകൾ, ഇപ്പോൾ ഗ്ലാസ് ബോട്ടിലുകൾ അത് തന്നെ പല കളറുകളിൽ കാണാറുണ്ടല്ലോ.
വെള്ള നിറത്തിലും ബ്രൗൺ കളറിലുമൊക്കെ. ഇപ്പം ഈ ബ്രൗൺ കളറിലുള്ള ബോട്ടിൽ, ആംബർ കളർ എന്ന് പറയും, ആംബർ കളർ ബോട്ടിലുകൾ പ്രകാശത്തെ കടത്തിവിടാത്തവയാണ്. അപ്പോൾ അത്തരം ബോട്ടിലുകളിൽ സൂക്ഷിക്കുന്നത് ലൈറ്റ് സെൻസിറ്റീവായിട്ടുള്ള മരുന്നുകളാണ്. ലൈറ്റ് സെൻസിറ്റീവായിട്ടുള്ള മരുന്നുകൾ നമ്മൾ അതിൽ നിന്നെടുത്ത് മറ്റൊന്നിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതിൽ പ്രകാശം തട്ടുകയും ഫോട്ടോ ഓക്സിഡേഷൻ അല്ലെങ്കിൽ അതിനൊരു കെമിക്കൽ ചേഞ്ച്, അത് നിർവീര്യമാക്കപ്പെടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മരുന്നുകൾ എപ്പോഴും അതിൻ്റെ യഥാർത്ഥ കണ്ടെയ്നറുകളിൽ, അതിൻ്റെ യഥാർത്ഥ പാക്കിങ്ങിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നിയമപരമായിട്ടുള്ളതാണ്. ഓരോ മരുന്നിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച് ആണ് ഈ കണ്ടെയ്നറുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്യുന്നത്. ഈ ഡോക്ടേഴ്സ് ചില സമയത്ത് ചില മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവ കഴിക്കേണ്ട രീതിയെപ്പറ്റി പ്രത്യേകം പരാമർശിക്കാറുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? മരുന്ന് കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ഡോസ് ആണ്. അത് എത്രയാണോ കഴിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, എപ്പോഴൊക്കെ എങ്ങനെയാണോ കഴിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, എത്ര നാളത്തേക്കാണോ അത് അങ്ങനെ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ചില മരുന്നുകൾ വെള്ളം ചേർത്ത് വിഴുങ്ങുന്നവയാണ്, ചിലത് നാവിനടിയിൽ വയ്ക്കുന്നവയാണ്, ചില മരുന്നുകൾ വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷം അത് കുടിക്കേണ്ടവയാണ്. അങ്ങനെ പല രീതിയിലാണ്. ചില മരുന്നുകളാകട്ടെ ഭക്ഷണത്തിന് മുമ്പ്, ചിലത് ഭക്ഷണത്തിന് ശേഷം, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണോ അത് കഴിക്കാൻ പറയുന്നത് അതേപോലെയാണ് അത് കഴിക്കേണ്ടത്. ചിലരൊക്കെ ഇപ്പം ഗുളികകൾ കഴിക്കുമ്പോൾ അത് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. എല്ലാ ഗുളികകളും അങ്ങനെ പൊട്ടിക്കാൻ പാടുള്ളതല്ല. പൊട്ടിച്ച് കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നവ മാത്രം പൊട്ടിക്കുക, അല്ലാത്തവ അങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പാടില്ല. പൊട്ടിക്കാൻ പറ്റുന്ന ടാബ്ലറ്റുകളാണെങ്കിൽ അതിലൊരു വരയുണ്ട്, അതിന് നമ്മൾ സ്കോർഡ് ടാബ്ലറ്റ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ആ നടുവിലൂടെ അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ചില മരുന്നുകളൊക്കെ, ഗുളികകളൊക്കെ കോട്ട് ചെയ്താണ്. പലതരം കോട്ടിങ്ങുകളുണ്ട്. ഷുഗർ കോട്ടിങ് അല്ലെങ്കിൽ ഫിലിം കോട്ടിങ്, എൻഡറിക് കോട്ടിംഗ് എന്നൊക്കെ പറയും. എൻഡറിക് കോട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൽ ഇൻഡസ്റ്റൈനിൽ ഡിസോൾവ് ചെയ്യാൻ, ആ മരുന്ന് അവിടെയാണ് അത് ഡിസോൾവ് ചെയ്യേണ്ടത്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വയറിലൊക്കെ അത് അങ്ങനെ തന്നെ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇത്തരം ഗുളികകളൊക്കെ പൊട്ടിച്ച് കഴിക്കുമ്പം നമ്മുടെ വയറിനുള്ളിൽ വെച്ച് തന്നെ ആ മരുന്ന് ഡിസോൾവ് ആകുകയും നമുക്ക് വയറിന് ഇറിറ്റേഷൻ ഉണ്ടാവുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇനി മരുന്ന് കഴിക്കാനായിട്ട് സാധാരണയായിട്ട് നോർമൽ വാട്ടർ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് കഴിക്കേണ്ടത്. ചിലരൊക്കെ ഗുളികകൾ അങ്ങനെ തന്നെ വിഴുങ്ങാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തൊണ്ടയിൽ പലപ്പോഴും ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നോർമൽ വാട്ടർ, പാല്, അതുപോലെ ചായ, കാപ്പി, ജ്യൂസ്, ഇതൊന്നും മരുന്ന് കഴിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. ചായയിലും കാപ്പിയിലുമൊക്കെ കഫീൻ അല്ലെങ്കിൽ ടാനിൻസ് ഉണ്ട്. അത് നമ്മുടെ വയറിനുള്ളിൽ വെച്ച് ആ മരുന്നുമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച്, 1/2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് മരുന്നുകൾ കഴിക്കുന്നതാണ് നല്ലത്. മാം ഇപ്പോൾ ഈ ഡോസിനെ പറ്റി പറഞ്ഞു. അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസിലും അതുപോലെ മുതിർന്നവർക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ ഡോസിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഡോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ട, ആ ആക്ഷന് വേണ്ട, സുഗമമായി അതിന് പ്രവർത്തിക്കാൻ വേണ്ട ആ മരുന്നിൻ്റെ അളവിനെയാണ് അതിൻ്റെ ഡോസ് അല്ലെങ്കിൽ മാത്ര എന്ന് പറയുന്നത്. ഒരു മരുന്നിനെ മരുന്നാക്കുന്നത് അതിൻ്റെ ഡോസാണ്. അപ്പോൾ ആ ഡോസിൽ നിന്നും ഡോസ് കൂടിയാൽ അത് പലപ്പോഴും നമുക്ക് ടോക്സിക് ആവും. നമുക്ക് പാർശ്വഫലങ്ങൾ കൂടുകയും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പല ആക്ഷൻസും ഉണ്ടാവുകയും ചെയ്യും. അത് ദോഷകരമാണ്. അതുപോലെ തന്നെ ആ ഡോസിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ മരുന്നിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗുണം നമുക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഡോസ് വളരെ പ്രധാനമാണ്. ഈ എക്സ്പയറി ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മരുന്ന് ഉണ്ടാക്കുമ്പോൾ, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട്, അതുപോലെ അതിൻ്റെ പൊട്ടൻസിയൊക്കെ. അപ്പം ഒരു മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഗുണഗണങ്ങളാണോ, അതിൻ്റെ പൊട്ടൻസിയും മറ്റെന്തെല്ലാം ഗുണഗണങ്ങളാണോ അതിനുണ്ടായത്, അതെല്ലാം എത്ര കാലത്തേക്ക് അതേപടി നിലനിൽക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഷെൽഫ് ലൈഫ് ഓരോ മരുന്നിനും വ്യത്യാസമായിരിക്കും. അത് സാധാരണ മാസങ്ങളിലാണ് പറയാറ്. ഈ ഓരോ മരുന്നിൻ്റെയും ഷെൽഫ് ലൈഫ് എത്രയാണെന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ്. അവർ നമുക്ക് ഉറപ്പ് നൽകുകയാണ് ഇത്രയും കാലത്തേക്ക് ഈ മരുന്ന് സുരക്ഷിതമായി ഇരിക്കുമെന്നുള്ളത്. ഇത് മാസങ്ങളിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 12, 18 അങ്ങനെ മാസങ്ങൾ, 24 മാസം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ മരുന്നിൻ്റെയും ലേബലിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് രേഖപ്പെടുത്തേണ്ടതുണ്ട്, എങ്കിലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെൽഫ് ലൈഫ് അവർ മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ തന്നെ ഈ ഷെൽഫ് ലൈഫ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആ ഡേറ്റ് അടക്കം ആ ലേബലിൽ രേഖപ്പെടുത്തും. അതാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റിന് ശേഷം ഈ മരുന്ന് ഉപയോഗിക്കാൻ
പാടില്ല. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വിൽക്കുന്നത് കുറ്റകരവുമാണ്. ഇവിടെ നമ്മൾ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് പറയുമ്പം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യവും കൂടിയാണത്. ഓരോ മരുന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അത് സൂക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട്. എങ്ങനെയാണോ അത് സൂക്ഷിക്കേണ്ടത്, ഏത് ഊഷ്മാവിൽ അല്ലെങ്കിൽ എവിടെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് വരെ ആ മരുന്ന് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിനിപ്പം 2 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ഇതിൽ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണെങ്കിൽ നമ്മളത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ 1 വർഷത്തേക്ക് 1 വർഷം അതിന് കാലാവധി ഉണ്ടെങ്കിൽ അത്രയും കാലം അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയില്ല. അതിന് മുമ്പേ തന്നെ ആ മരുന്ന് നിർവീര്യമായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് മരുന്നുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമ്മൾ ഓരോ രോഗിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഈ എക്സ്പയറി ഡേറ്റ് മരുന്നിൻ്റെ ലേബലിൽ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ. ഇത് പലപ്പോഴും ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്കത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് വാങ്ങുന്ന സമയത്ത് ആ ഫാർമസിസ്റ്റിനോട് അത് ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ ആ മരുന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മരുന്ന് റെഫ്രിജറേറ്റർ, അതായത് 2 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിനുള്ളിൽ സൂക്ഷിക്കേണ്ട ഒന്നാണെന്നിരിക്കട്ടെ. അത് ഓർക്കാതെ വീട്ടിൽ വെച്ച് അത് റൂം ടെമ്പറേച്ചർ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഷെൽഫുകളിലൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് ഒരു കാലയളവുണ്ടല്ലോ, ആ കാലയളവ് വരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയില്ല. അതിനു മുമ്പേ തന്നെ അത് നിർവീര്യമാക്കപ്പെട്ടു പോയേക്കാം. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പം അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഗുണം ലഭിക്കാതെ പോകും. അതുകൊണ്ട് സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ്. ഉപയോഗശൂന്യമായ മരുന്നുകൾ, അവ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉപയോഗശൂന്യമായ മരുന്നുകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്തതും എക്സ്പയറി ആയതുമായ മരുന്നുകൾ നമ്മുടെയൊക്കെ വീട്ടിൽ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ നമ്മൾ കുറച്ചധികം മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അരുമ മൃഗങ്ങളൊക്കെ എടുത്ത് കഴിക്കാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം ധാരാളം മരുന്നുകൾ വീട്ടിലുള്ളപ്പോൾ. മറ്റൊന്ന്, ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് തന്നെ ചിലപ്പോഴത് മാറിപ്പോവുകയോ എക്സ്പയറി ആയതെടുത്ത് കഴിച്ചു പോവുകയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള മരുന്നുകൾ മാത്രം വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ വേണ്ടാത്ത മരുന്നുകൾ പുറത്തേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഫ്ലഷ് ചെയ്യുകയോ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. മരുന്നുകൾ ഒരിക്കലും അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. ഓരോ മരുന്നിനും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് ആ മരുന്നിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് അതിന് ഓരോ ഡിസ്പോസൽ മെത്തേഡുകളാണ്. അപ്പം നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ കേരള ഗവൺമെൻറ്റും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് എൻപ്രൗഡ് എന്നൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അത് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ ഫാർമസികളിലും മെഡിക്കൽ ഷോപ്പുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ചില ബിന്നുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ ഹരിതകർമ്മസേന അത് വീട്ടിൽ വന്ന് ഈ മരുന്നുകൾ കളക്ട് ചെയ്യുകയും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അത് സെഗ്രിഗേറ്റ് ചെയ്ത് തരം തിരിച്ച് ഓരോ മരുന്നിൻ്റെയും ഡിസ്പോസൽ മെത്തേഡുകൾ അനുസരിച്ച് ശാസ്ത്രീയമായി അത് സംസ്കരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടപ്പിലായിട്ടുണ്ട്. ഉടനെ തന്നെ മറ്റെല്ലാ ജില്ലകളിലേക്കും വരുന്നതുകൊണ്ട് മരുന്നുകളുടെ ഡിസ്പോസലിനെ കുറിച്ച് നാം അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് മാത്രമല്ല, നമ്മളിങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയാതെ ഇരിക്കുക. ഈ മരുന്നുകൾ നമ്മൾ പുറത്തേക്ക് എറിയുമ്പോൾ അത് വെള്ളത്തിൽ ചേർന്ന് നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തിച്ചേരുകയും അത് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും മരുന്നുകൾ ഈ രീതിയിൽ ഡിസ്പോസ് ചെയ്യരുത്. മാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മരുന്നുകൾ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം മരുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊന്ന് വിശദമാക്കാമോ? യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മരുന്നുകൾ ചില ആളുകൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിക്കിയിൽ ലഗേജിനോടൊപ്പം വെക്കാറുണ്ട്. മരുന്നുകൾ ഒരിക്കലും അങ്ങനെ ഡിക്കിയിൽ വെക്കാൻ പാടില്ല. അവിടെ വളരെയധികം ചൂട് ഉള്ള ഒരു സ്ഥലമാണല്ലോ. അതുപോലെ തന്നെ കാറിൻ്റെ ഡോർ സൈഡിൽ ഇപ്പോൾ ചില ആളുകൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കാറിലായിരിക്കും മരുന്ന് സൂക്ഷിക്കുന്നത്. അങ്ങനെ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മരുന്നുകൾ നമ്മുടെ പാസഞ്ചർ ഇരിക്കുന്ന ആ സ്ഥലത്ത് സീറ്റിനടുത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ട മരുന്നുകളും കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഐസ് പാക്കുകൾ ഉപയോഗിച്ച് അത് പോകാവുന്നതാണ്. ഇനി നമ്മൾ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാബിനിൽ ബാഗേജിൻ്റെ ഭാഗമായിട്ട് ആ മരുന്നുകൾ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ എപ്പോഴും മരുന്നുകളോടൊപ്പം നമ്മുടെ പ്രിസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളത് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നേക്കാം.
അപ്പോൾ അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. ഡോക്ടർമാർ ചില സമയത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണയായി പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് അസുഖമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അതിൻ്റെ ഡോസും അതെങ്ങനെയാണോ കഴിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, അതുപോലെ അത് എത്ര ദിവസത്തേക്കാണോ കഴിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അത് ഇതുപോലെ നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നവരാണ് തീരുമാനിക്കുക എത്ര ദിവസമാണ് ഇയാൾ അത് കഴിക്കേണ്ടതെന്ന്. എത്രയോ ദിവസത്തേക്കാണോ അത് അതുപോലെ തന്നെ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ചിലപ്പോഴെങ്കിലും മരുന്ന് വാങ്ങുമ്പം അതിൻ്റെ വില ഒരു ഘടകമായതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ 2 ദിവസത്തേക്കൊക്കെ മാത്രം വാങ്ങിപ്പോയേക്കാം. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അസുഖത്തിൻ്റെ കാഠിന്യം കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ തൊണ്ടവേദനയായിരുന്നു, അപ്പോൾ 2 ദിവസം ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വേദന കുറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾ എന്താ സംഭവിക്കുക? മരുന്ന് കഴിക്കാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് നിർത്തിപ്പോകും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ മരുന്നിൻ്റെ സാന്നിധ്യവുമുണ്ട്, ഈ ബാക്ടീരിയ പൂർണ്ണമായും നശിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ബാക്ടീരിയ ആ മരുന്നിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കുകയും നമുക്ക് പിന്നീട് ഈ അസുഖം ആ ബാക്ടീരിയ വീണ്ടും ചിലപ്പോൾ അസുഖം കൂടുതലായി വരികയോ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് അതിന് ഉപയോഗിക്കാൻ പറ്റാതായി വരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ കൃത്യമായി എത്ര ദിവസത്തേക്കാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ കിട്ടുന്നതെല്ലാം നീല കവറുകളിലാണ്. അതുകൊണ്ട് അതിൽ കിട്ടുമ്പോൾ നമുക്കറിയാം അത് ആൻറ്റിബയോട്ടിക് ആണെന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നും. ഇപ്പോൾ ഈ ഇൻഹേലർ തുടങ്ങിയ പല ഉപകരണങ്ങളും ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടി സ്വന്തമായി വീടുകളിൽ വാങ്ങി വെക്കാറുണ്ട്. ഇത്തരം ഡിവൈസസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡിവൈസസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻസുലിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് എന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻസുലിൻ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇൻസുലിൻ സിറിഞ്ച് അതുപോലെ ഇൻസുലിൻ പെന്ന് ഒക്കെ ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായി അതിലെങ്ങനെയാണ് മരുന്ന് എടുക്കേണ്ടതെന്നും അതിൽ ഡോസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഇഞ്ചക്ഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഗുണം ലഭിക്കുകയില്ല. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരു 50% ആളുകളും അത് കൃത്യമായല്ല ഉപയോഗിക്കുന്നത്. ഇൻഹേലറുകൾ ഒരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ നമ്മൾ അതേ മരുന്ന് തന്നെ ഗുളിക രൂപത്തിൽ കഴിക്കുമ്പോൾ വേണ്ട ഡോസിനേക്കാൾ കുറഞ്ഞ ഡോസും അങ്ങനെ വരുമ്പോൾ പാർശ്വഫലങ്ങളും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇൻഹേലറുകൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ടെക്നിക്ക് നമുക്ക് അറിയാതിരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണഫലം അതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് വാങ്ങുമ്പോൾ വാങ്ങുന്ന ഫാർമസികളിൽ നിന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ഡമ്മി ഡിവൈസസ് ഉണ്ടാകും. അത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായി ഇൻഹേലർ ടെക്നിക്ക് മനസ്സിലാക്കാം. നമ്മൾ വീട്ടിൽ മരുന്ന് സൂക്ഷിക്കുന്ന സമയത്ത് ഈ മരുന്നുകൾ ഉപയോഗശൂന്യമായി എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? വീട്ടിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ അത് നമ്മൾ ആ നിർദ്ദേശിച്ച പ്രകാരം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും അത് ഉപയോഗശൂന്യമായി പോകും. അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ അത് നിർവീര്യമാക്കപ്പെട്ടു പോയേക്കാം. അതിൻ്റെ പൊട്ടൻസി എത്രമാത്രം നശിച്ചു പോയി അല്ലെങ്കിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് മാർഗമൊന്നുമില്ല. എന്നാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് വ്യത്യാസം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി അപ്പിയറൻസ് മാറിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോവുക, അല്ലെങ്കിൽ ഗുളികകളാണെങ്കിൽ അത് പൊട്ടിപ്പോവുക, ഈർപ്പം വലിച്ചെടുത്ത് നടുവിൽ ഇങ്ങനെ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കാരണം പല രോഗങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരാറുണ്ട്. ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, അതുപോലെ ഉയർന്ന കൊളസ്ട്രോൾ നില ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അത് സ്ഥിരമായി കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ഡോസിലാണോ ഏത് അളവിലാണോ എങ്ങനെയാണോ ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ പാലിച്ചു പോകേണ്ടതാണ്. ഒരാളുടെ അതായത് കഴിക്കുന്ന ആളുടെ ഒരു ഇഷ്ടപ്രകാരം ആ മരുന്നിൻ്റെ ഡോസ് മാറ്റാനോ അത് കഴിക്കാതിരിക്കാനോ പാടുള്ളതല്ല. കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പുകൾ നടത്തുകയും നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസ് ചേഞ്ച് ചെയ്യുകയുമാണ്
ചെയ്യേണ്ടത്. ഇനി ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ ഹാബിറ്റായിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗം, പുകവലി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഈ ആൽക്കഹോളും നിക്കോട്ടിനുമൊക്കെ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളുമായിട്ടും പ്രതിപ്രവർത്തിക്കും. ചില മരുന്നുകളുടെ ശരീരത്തിൽ നിന്നുള്ള പുറന്തള്ളലിന്, അതായത് ശരീരത്തിൽ നിന്ന് ആ മരുന്ന് പുറന്തള്ളുന്നതിന് ആൽക്കഹോൾ തടയുകയും അപ്പോൾ നമ്മൾ അടുത്ത ഡോസ് കഴിക്കുമ്പോൾ നമുക്ക് കൂടിയ അളവിലേക്ക് ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റു ചില മരുന്നുകൾ ആൽക്കഹോളുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ നിന്നും പുറത്തു പോയേക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ മരുന്ന് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരും മദ്യപാനവും പുകവലിയും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം ഒരു രോഗിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് വേറൊരാൾ അതെടുത്ത് കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്? ഒരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് അല്ലെങ്കിൽ ഒരാളുടെ മരുന്ന് മറ്റൊരാൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതിനെ നമ്മൾ സ്വയം ചികിത്സ എന്നാണ് പറയുന്നത്. പലപ്പോഴും അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒരുപോലെയാണെങ്കിലും അസുഖങ്ങൾ ചിലപ്പോൾ ഒന്നാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അസുഖത്തിനുള്ള മരുന്ന് ആയിരിക്കില്ല മറ്റൊരസുഖത്തിന്. അതുകൊണ്ട് ഒരാളുടെ മരുന്നുകൾ മറ്റൊരാൾ എടുത്ത് കഴിക്കുമ്പോൾ പലപ്പോഴും പാർശ്വഫലങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ആ മരുന്ന് പ്രവർത്തിക്കുക. പല കമ്പനികളും മരുന്നുകൾ ഇറക്കാറുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഈ മരുന്നുകളുടെ സ്റ്റാൻഡേർഡൈസേഷൻ, അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? മരുന്നുകൾ ഉണ്ടാക്കുന്നത് ലൈസൻസ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളിലാണ്. നമുക്ക് ഒരു മരുന്നുണ്ടാക്കാനുള്ള ഒരു ഫാക്ടറിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയും. അതിലെ റോ മെറ്റീരിയൽ, ആ മരുന്നിൻ്റെ ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ മുതൽ അതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെയുള്ള ഓരോ സ്റ്റെപ്പിലും എല്ലാ സ്ഥലങ്ങളിലും അതിന് ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതനുസരിച്ചാണ് ഓരോ മരുന്നും ഉണ്ടാക്കുന്നത്. ആ മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിനിടയിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുകയും അത് പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പും അത് ടെസ്റ്റ് ചെയ്യുകയും അതിന് ശേഷമാണ് അത് മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് മരുന്നുകൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ലൈസൻസ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾക്ക് എന്തായാലും ആ ക്വാളിറ്റി ഉണ്ടാവും. മരുന്നുകൾ നമ്മൾ ശ്രദ്ധാപൂർവം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാനും മരുന്നുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ ഒരു അവസരത്തിൽ സാധിച്ചു എന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചത് മഞ്ജു മാഡമാണ്. മാമിന് ഒരുപാട് നന്ദി.